അപ്പുചേട്ടൻ അവിടെ അപ്പുചേട്ടൻ്റെ ഇവിടെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷന് 2 ദിവസം മുന്നേ ആണ് കേട്ടോ കുഞ്ഞിമാളുവിൻ്റെയും ഇച്ചുൻ്റെയും ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ കുഞ്ഞ് നല്ല ഉറക്കമായി പോകേണ്ട സമയമായപ്പോഴത്തേനും വൈകിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇച്ചും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഒരു ഉറക്കം ശരിയായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ദിവസം മൊത്തം പോക്കാണല്ലോ. പക്ഷേ വലിയ അലമ്പില്ലാണ്ട് നമ്മൾ ഫോട്ടോഷൂട്ട് ഒരു വിധത്തിൽ കംപ്ലീറ്റ് ചെയ്തു. വലിയ കുഴപ്പമുണ്ടായില്ല എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡാമിലേക്കാണ് കേട്ടോ പോണത്. ഫോട്ടോ എടുത്തിട്ട് വരാം. എന്റെ ശരിയാവില്ലല്ലോ. ജീപ്പിൽ ഞങ്ങൾ ഉണ്ണികളെ ഇരുത്തിയില്ല കേട്ടോ, കാരണം റോഡ് സൈഡ് ആയതുകൊണ്ട് നമുക്ക് റിസ്ക് ആണ്. അപ്പോൾ ദൂട്ടിനും ഇരുത്തിയില്ല. നമ്മളിങ്ങനെ പിള്ളേരൊക്കെ കൈ പിടിച്ചിട്ട് നമ്മളിങ്ങനെ ജീപ്പ് കൊണ്ടുപോയി ചെയ്ത കേട്ടോ. അതുപോലെ അവിടെ കാണുന്ന അവർ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, അവിടെയാണ് നമ്മൾ ഫോട്ടോഷൂട്ടിന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അവിടെയാണ് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഫോട്ടോഷൂട്ട് ചെയ്യണത് ജിജോയും നമ്മുടെ സുക്കിയുമാണ്. ഇവർ തന്നെയാണ് നമ്മുടെ അവിടുത്തെ സ്ഥിരം ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവാറ്. താങ്ക് യു. ഇവിടെ ഒരു വാവിണ്ട്. നോക്ക് നോക്ക്. വാ വാ സൂക്ഷിച്ചെടുക്കാം, സൂക്ഷിച്ചിട്ടാ. അതെ, ജിജോൻ്റെ വൈഫിനെയും അവനെയും കൂട്ടിയിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ വളകാപ്പിൻ്റെ ആ സമയത്ത് കണ്ടതാണ്. പിന്നെ പ്രോഗ്രാമിനൊന്നും നമുക്ക് പോകാൻ പറ്റിയില്ല. ഉണ്ണീരെ പ്രോഗ്രാമൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇതാ നമ്മുടെ ഫോട്ടോഷൂട്ടിന് നമ്മൾ ഏകദേശം സ്പോട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എവിടെ പൊന്നോ? എങ്ങനെയെങ്കിലും പതുക്കെ ട്രൈ ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചിട്ടോ, കാരണം ലൈറ്റിങ്ങും പോവും, അപ്പം എഴുന്നേൽപ്പിക്കാണ്ടും പറ്റില്ലല്ലോ. അപ്പോൾ എഴുന്നേൽപ്പിച്ച് ആൾ കുറച്ച് ഉഷാറായി, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അധികം പ്രോപ്പർട്ടീസോ കാര്യങ്ങളോ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വളരെ ചെറിയൊരു ഫോട്ടോഷൂട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത്. നമുക്ക് വളരെ അടുത്താണ് നമ്മുടെ മാഞ്ഞാങ്കുഴി ഡാം, പക്ഷെ വരലൊക്കെ ഭയങ്കര കുറവാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം വരണത് തന്നെ, നമുക്കങ്ങനെ വരേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. അപ്പോൾ ഫോട്ടോഷൂട്ട് നേട്ടപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത് ഇത്രയും നല്ല സ്ഥലമുള്ളപ്പോൾ നമ്മൾ പിന്നെ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് നമ്മൾ ഇവിടേക്ക് ഫിക്സ് ചെയ്തത്. കൈ നിറച്ചും പിള്ളേരെല്ലാവരും ഇതിന് വേണ്ട, അടുത്തേന് പോരെ. ഒരു കോസ്റ്റ്യൂമും കൂടി ഉണ്ട്. ഇനിയുണ്ട് കോസ്റ്റ്യൂം. ദേ കുഞ്ഞ് അവിടെ എത്തി വണ്ടിയില്. Illuminati, Illuminati.
പാട്ട് വയ്ക്കണോ? പിന്നെ കുറച്ച് പേരെ നമ്മുടെ ജീപ്പിനെ പറ്റിയിട്ട് ചോദിക്കുന്നു. നമ്മളത് തൃശ്ശൂർ ടോയ് ഹഗ്ഗിന്നാണ് എടുത്തത്. എറണാകുളത്ത് ഞങ്ങൾ പോയി കണ്ടായിരുന്നു. അത് വർക്കിന് ബേസ് ചെയ്ത് പോയപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തൃശ്ശൂരിൽ നിന്നാണ് ആൾ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് 18,000 ആയി, 18 സംതിങ് ആയിട്ടുണ്ട്. ഓഫർ കഴിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഫുൾ ചാർജ് ആക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. 100 എത്തണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിതുപോലെ ഓടിച്ച് ഏകദേശം കഴിയുമല്ലോ, 25 ഒക്കെ എത്തണ വരെ നമ്മൾ നന്നായിട്ട് ഓടിക്കും പിള്ളേരെ വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം കുത്തി വെച്ചിട്ട് ഒരു 50 ഒരു 75 ഒക്കെ ആകുമ്പോൾ വീണ്ടും എടുത്താലും അത് പെട്ടെന്ന് ചാർജ് ഇറങ്ങണ പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷേ കറക്റ്റ് 100 ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം ഓടിക്കാം. അല്ലാണ്ട് ഇടയിൽ കുറച്ച് നേരം കുത്തി വയ്ക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുക, അങ്ങനെ ആകുമ്പോൾ അത് ചാർജ് നിൽക്കണില്ല. സോ നന്നായിട്ട് ചാർജ് ചെയ്ത് വെച്ചിട്ട് നമ്മളങ്ങനെ യൂസ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ വെയിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 100 ആണ് കേട്ടോ, 100 കിലോ വരെ ഇരിക്കാം എന്നുള്ളതിൽ. അപ്പോൾ ഞാനും ശരിക്കും ഇങ്ങനെ മാറി മാറി ഓടിച്ചായിരുന്നു. പക്ഷെ നമ്മളിരിക്കുമ്പോൾ അതിൻ്റെ ഇച്ചിരി വലിച്ചലാണ്. പാവുണ്ട് ഇത്രയും വെയിറ്റ് ഓടിക്കുന്നില്ലേ. അപ്പോൾ ഞങ്ങളൊക്കെ കയറിയിരുന്നത് ഡ്രൈവ് ചെയ്തായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. പല്ലവി പല്ല് വാങ്ങിച്ചു കൊടുക്ക്. കോഴീനെ വിളിക്കാം, കോഴീനെ ബാബാ. അവളവിടെ ഇരുന്നോളൂ, അവളവിടെ ഇരുന്നോളൂ. ചേട്ടാ വൺമാരിയാക്കി വയ്ക്കാൻ. അയ്യോ ഇവിടെ കണ്ടോ? കണ്ണ് കാണാണ്ട് വന്നവരാണ്. കുഞ്ഞിമാവിന്റെ അടുത്ത് പോവാ നമുക്ക്. കുഞ്ഞീത്ത
എടാ നീ ഇറങ്ങിയില്ലേ? കിട്ടിയാ മീൻ ചാടുണ്ടല്ലേ? രണ്ട് മൂന്ന് ഡ്രസ്സസ് ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് ചേഞ്ച് ചെയ്യാനായിട്ട്. അത് മാക്സിന്നും ഫസ്റ്റ് ക്രൈന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. ഫോട്ടോസ് എല്ലാം വീഡിയോൻ്റെ ലാസ്റ്റിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ആരും പോകല്ലേ? ബ്ലോക്കാക്കി ഞങ്ങള്.